ഹായ് ഹലോ നമസ്കാരം, റീനിയാണ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ സുബൈബത്തുൽ അസ്ലമയുടെ കല്യാണത്തിനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിസ്റ്റാണ്, ആളൊരു ബിസിനസ് വുമൺ ആണ്. അപ്പോൾ ആളുടെ കല്യാണത്തിന് ഞാനും എൻ്റെ ഫ്രണ്ട് ശ്രുതിയും കൂടി പോകാൻ പോവാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് മേക്കപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ മുവൈല ലുലുവിനകത്തുള്ള പാർലറാണ് കേട്ടോ. ഈ ചേച്ചിയുടെ പേര് ആശ എന്നാണ്. ഞാൻ ആദ്യം തന്നെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സിമ്പിൾ മേക്കപ്പ് മതി, കുറച്ച് മുഖക്കുരുവിൻ്റെ പാടുകളെല്ലാം ഉണ്ട് മുഖത്ത്, അപ്പോൾ അതൊക്കെ ഒന്ന് പോകണം, ഒരു സിമ്പിൾ മേക്കപ്പ്. അപ്പോൾ അത് അതേപോലെ തന്നെ ചേച്ചി സിമ്പിളായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി. അതേപോലെ എനിക്ക് ഈ വീഡിയോ എല്ലാം എടുത്തുന്നത് ചേച്ചിയുടെ മോളാണ് കേട്ടോ. ആള് ജോർജിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വെക്കേഷന് നാട്ടിൽ വന്ന സമയത്ത് ഇതേപോലെ ചേച്ചിയുടെ കൂടെ പാർലറിൽ ജസ്റ്റ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ ഒരു കസിൻ്റെ ഒരു ചെറിയ കുട്ടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്നെ നോക്കുന്നുണ്ട്. വീണ്ടും പോവും. സാധാരണ ഞാനും ശ്രുതിയും എവിടെ പോയാലും ഞാനാണ് കേട്ടോ ലേറ്റായി ഇറങ്ങുന്നത്. പക്ഷെ ഇന്ന് എന്തോ കൊണ്ട് ഞാനിന്ന് നേരത്തെ ഇറങ്ങി. ഞാൻ ആദ്യം പോയി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആൾ ഓൺ ദ വേ ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട്, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് ഫേസിൻ്റെത് കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. ആളിങ്ങനെ വാതോരാതെ സംസാരിക്കുക കേട്ടോ. ആൾക്ക് എൻ്റെ ടാറ്റു ഇഷ്ടമായി, ഹെയർ സ്റ്റൈൽ ഇഷ്ടമായി, അങ്ങനെ അങ്ങനെ ഒത്തിരി. It's not like this. It's like henna. No, it's not like henna. It's like from the paper. You put it under water and then put it. Oh, sticker tattoo. Oh yeah, that one's the tattoo. I have that unicorn smokes. I don't know where they are. Anyway, I like your hairstyle. Oh, thank you so much. And I like your earrings. They're gorgeous. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. ശ്രുതി എത്തിയിട്ടുണ്ട്. ശ്രുതിക്ക് മേക്കപ്പ് ചെയ്യാണ്. ഈ കോസ്റ്റ്യൂമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ സാരി എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 11 ആ സമയത്ത് ശ്രുതി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ സാരി. പക്ഷേ അത് ഇപ്പോഴാണ് അത് ഉടുക്കാനൊരു അവസരം കിട്ടിയത്. ആദ്യമായിട്ടാണ് അത് ഉടുത്തത്. അപ്പോൾ അതിലൊരു ചെറിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി മാരേജിന് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മാരേജിനെത്തി. നമ്മുടെ സുബൈബത്തുൽ അസ്ലമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വീഡിയോസിലായിരുന്നാലും നേരിട്ട് കണ്ടാലും ആളുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. ആ ചിരി ആളുടെ ജീവിതകാലം മൊത്തം അത് ഇരട്ടിയായിട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന്, നല്ലൊരു ലൈഫ് ഇനി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒത്തിരി നാളിന് ശേഷം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ? അതാണ് ഇപ്പം എൻ്റെ മുഖത്ത്. അനു ഞങ്ങളുടെ കൂടെ 2019 മുതലുള്ള ആളായിരുന്നു. അനു ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ബിസിയായി. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്നും വീഡിയോസൊന്നും അധികം ചെയ്യാറില്ലെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഞങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതേപോലെ അനുവിൻ്റെ വൈഫ് ആഷിത, ആളും അതേപോലെ നല്ലൊരു കുട്ടിയാണ്, ഭയങ്കര ഒരു സ്നേഹമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇവരെയൊക്കെ വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ല ഐക്കൺ അമർത്തുക. എനിക്കറിയില്ല ഇതിനെപ്പറ്റിയൊന്നും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പുതിയ പുതിയ വീഡിയോകൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇടുന്നതായിരിക്കും. ബൈ ബൈ.